ഹായ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് എന്തിനെക്കുറിച്ചാണെന്നറിയാമോ? ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഈ തോട്, ഇതെൻ്റെ വീട്ടുവളപ്പിലൂടെ ഒഴുകുന്ന തോടാണ്. ഈ തോട് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് നമുക്ക് പോയി നോക്കാം. ആ തോട് ഉത്ഭവിക്കുന്ന സ്ഥലത്ത് മനോഹരമായൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇത് വില്ലിച്ചൻ്റെ വളപ്പിൻ്റെ അറ്റത്ത് നിന്നാണ് ഈ വെള്ളച്ചാട്ടം തുടങ്ങുന്നത്. മഴക്കാലത്ത് ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഈ ഒരു റബ്ബർ തോട്ടം കഴിഞ്ഞാൽ നമ്മുടെ വെള്ളച്ചാട്ടം എത്തി. ഇവിടെ പകൽ നേരത്ത് പോലും ഭയങ്കര ഇരുട്ടാണ്. പൊതുവെ ഭയങ്കര തണുപ്പും ഇരുട്ടും എല്ലാം ഉള്ള ഒരു സ്ഥലമാണിത്. ഇപ്പം നമ്മൾ ഉച്ചക്കാണ് ഇവിടെ പോയത്. അതുകൊണ്ട് അത്യാവശ്യം മഴയില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് വെളിച്ചമുണ്ട് ഇവിടെ. ഇത് അമ്മണിയാണ് കേട്ടോ, അനിയൻ്റെ മോളാണ് അമ്മണി. സാധാരണ ഇതുപോലുള്ള മലയോര നാട്ടുകളിൽ ജീവിക്കുന്നവർക്ക് ഇത് വലിയ അത്ഭുതമൊന്നും ആയിരിക്കില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് ഓരോ തവണ കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനൊരു ടൗണിൽ ജനിച്ച് വളർന്ന ആളായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാഴ്ചകളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു റബ്ബർ മരം ടാപ്പ് ചെയ്യുന്നതോ തോടോ കാപ്പിക്കുരുവോ അതൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ നാട് പയ്യന്നൂരാണ്. അതേസമയം ഇങ്ങനൊരു നാട്ടിലേക്ക് വന്നപ്പോൾ ഇതൊക്കെ ആദ്യം കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷയും സന്തോഷമായിരുന്നു. ഈ വെള്ളച്ചാട്ടം എത്ര തവണ കണ്ടാലും മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നതാണ്. എല്ലാ അവധി ദിവസങ്ങളിലും കുട്ടികളെയും കൂട്ടിയിട്ട് ഇവിടെ വരും. ഇവിടെ കുറേ സമയം ഈ വെള്ളച്ചാട്ടത്തിലിരുന്ന് ഇവിടുന്ന് കുളിച്ച് അങ്ങനെ പോവുക. നമ്മൾ ഫാമിലി എല്ലാവരും വരും. ഇവിടെ നിന്ന് ഒഴുകുന്ന വെള്ളമാണ് ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ പിറകിലെ കൂടെ ഒഴുകിപ്പോകുന്നത്. അവിടെ നിന്ന് കുട്ടികൾ കുളിക്കുകയെല്ലാം ചെയ്യും. അലക്കാനുണ്ടെങ്കിൽ തുണി എല്ലാം എടുത്ത് അവിടെ പോയി അലക്കാം. അങ്ങനെ ഈ തോട്ടിൽ വെള്ളം കയറിയാൽ ഈ നാടിന് അപ്പുറം ഇപ്പോഴും ഉള്ളവരൊക്കെ വരും. അടുത്ത വീട്ടിലെത്തവരൊക്കെ അവിടെ അലക്കാൻ വരും. എനിക്ക് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് തന്നെ എല്ലാ ദിവസമൊന്നും അങ്ങനെ അലക്കാൻ പോകാനൊന്നും ആവില്ല. എന്നാലും ആരെങ്കിലും തോട്ടിൽ അലക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വർത്താനെല്ലാം പറയാലോ എന്ന് കരുതിയിട്ട് ഞാനും തുണിയെല്ലാം എടുത്തിട്ട് പോകും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജീവിതം നന്നായി എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരും ഒന്നും ഇതൊന്നും കാണാനും ഇതൊന്നും ആസ്വദിക്കാനൊന്നും വരുന്നത് കാണലില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഞാൻ ആസ്വദിക്കുന്ന ഒരാളാണ്. ഇനിയും ശക്തമായ മഴ പെയ്യുമ്പം ഇവിടെ വെള്ളം ഇതിനേക്കാളും ശക്തമായി ഒഴുകും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പം ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാനും അമ്മണിയും പോകട്ടെ. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.